ഒരാളെ തന്നെ കുറേ വർഷങ്ങൾ പ്രണയിക്കുക, അല്ലെങ്കിൽ അയാളാണ് ഈ ജീവനും അയാളാണ് ഇനി യാത്രയിൽ എന്നൊക്കെ വിചാരിക്കുക, അതിനൊരു മാനസികാവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഉണ്ടാവണമല്ലോ. അതുണ്ടാവാൻ ശരിക്കും നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത് ഒരു മനുഷ്യന്? അത് ആത്മാർത്ഥമായ സ്നേഹമാണ്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മതി, കളിപ്പിക്കുന്നതായിരിക്കുമല്ലോ ഉള്ളിലേ. ഇപ്പം ശരിക്കും സ്നേഹിച്ചാൽ മരണം വരെ അങ്ങ് തുടരും. അതല്ല വൈകാരിക സ്നേഹമാണെങ്കിൽ അല്പം കൂടെ മെച്ചപ്പെട്ടത് കാണുമ്പം ഞാൻ മാറും. ഉദാഹരണത്തിന് ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അത് കഴിഞ്ഞപ്പോഴാണ് വിദേശ ജീവിതത്തിൽ വേറൊരു പെണ്ണുമായിട്ട് പരിചയം വന്നു. അതാണ് വരുമാനം വഴി സ്നേഹം അങ്ങോട്ട് മാറി. മോട്ടിവേഷൻ എന്താ? പണം. ചുമ്മാരി വികാരം എന്നുള്ളതേ ഉള്ളൂ. ആ സ്നേഹമൊന്നും വിളിക്കാനേ പറ്റുകയില്ല. ഒരുമാതിരി പട്ടിയും പൂച്ചയും തമ്മിലൊക്കെ അല്ലെ പട്ടിയും ഒക്കെ ഉണ്ട്, ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ശരിക്കുണ്ടെങ്കിൽ മരിച്ചാലും ആത്മാർത്ഥത സ്നേഹിച്ച് എന്ത് വന്നാലും അവളെ കിട്ടും, അവനെ കിട്ടും. ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളുടെ അടുത്ത് ഈ കുടുംബത്തിലുള്ള മറ്റാളുകൾ കൊടുക്കുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ, അതായത് ഈ മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും മുഴുവനായും തുറന്നു പറയരുത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആയുധമാക്കി വെച്ചിട്ട് ഈ ഭർത്താവോ ഭാര്യയോ അതൊരു ആയുധമാക്കി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ ശരിക്കും ഒരാളുടെ പാസ്റ്റ് അത് എത്രത്തോണ്ട് വേറൊരാൾ അറിയണം, അല്ലെങ്കിൽ ഒരാളുടെ പാസ്റ്റ് വേറൊരാൾ എത്രത്തോണ്ട് മറ്റൊരാളെ അറിയിക്കണം? നമ്മളിപ്പോൾ പറയാറുണ്ട്, ഈ വണ്ടിയെ കയറുന്ന യാത്രക്കാരനോട്, വിദേശ ജോലിക്ക് പോകുന്ന കെട്ടിയവനോട്, കല്യാണം കഴിച്ചു വിടുന്ന പെണ്ണിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഒറ്റ വാക്കുണ്ട്. കെട്ടിച്ചു വിടുന്ന പെണ്ണിനോട് അമ്മ പറയും, വണ്ടിയിൽ കയറുന്നവരോട് ആൾക്കാർ പറയും, അല്ലെങ്കിൽ കണ്ടക്ടർ പറയും, വിദേശത്ത് പോകുന്ന ആളോട് ഭാര്യ പറയും. ഒറ്റ വാക്ക്. ആ വാക്ക് ദാമ്പത്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. ആ വാക്കിതാണ് പിടിച്ച് നിൽക്കണം കേട്ടോ. പിടിച്ച് നിൽക്കണം കേട്ടോ, ഈ ഒരു വാക്കാണ്. അപ്പം ആ വാക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കുടുംബത്തിലൊക്കെ ആയിട്ട് ഒരു കൊച്ചു പ്രശ്നമോ ഇഷ്യൂസോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലങ്ങ് പിണങ്ങി പിരിയാന്നുള്ളതല്ല, പറഞ്ഞു കൊടുക്കണം. അമ്മ മോക്ക് ജീവിതം എളുപ്പമല്ല, ഇന്ന് വരെ കണ്ടതല്ല, ജീവിതം പുതിയ ഒന്നാണ്. അപ്പൻ മോന് പറഞ്ഞു കൊടുക്കണം. പിന്നെ തമ്മിലും പറയണം, ഇന്നലെ വരെ നിനക്കൊരു ലോകം എനിക്കൊരു ലോകം, ഇന്നലെ വരെ ഇന്നലെ നീയും ഞാനുമാണ്, മുതൽ നാമാണ്, നീ പോയി ഞാൻ പോയി നമ്മളായി. അപ്പം അങ്ങനെ നിൽക്കാൻ എന്തെല്ലാം സഹായമാണോ അതൊക്കെ കണ്ടത് ചെയ്തോണമെന്ന് പരസ്പരം പറയണം. അല്ലെങ്കിൽ കൊച്ചു കാര്യത്തിന് വെറുതെ പൊട്ടിത്തെറികളാവും. ഇപ്പോൾ ഒരാളുടെ സ്വഭാവം മുഴുവനായിട്ട് മനസ്സിലാക്കണമെന്നില്ല, അയാളുടെ യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ശരിക്കും രണ്ടാൾക്കാർ വിവാഹം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് യാത്രകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുമിച്ചുള്ള യാത്രകൾ, ഒന്നാമത് നമുക്കൊരു ഒത്തിരി ഒരു ഫ്രഷ് എയർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സങ്ങ് ഫ്രീ ആവും. എപ്പോഴും ഒരു യന്ത്രത്തിൻ്റെ ലോകത്തിരിക്കുമ്പോൾ മനസ്സ് കട്ടിച്ചു, മനസ്സൊന്ന് മനസ്സ് ഫ്രീ ആവും. പിന്നെ ഓരോന്നും കണ്ടു ഒരുമിച്ച് ചിരിച്ചും പങ്കുവെക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഒന്നിച്ച് ചിരിക്കുന്നു, ഒന്നിച്ച് പറയുന്നു. പിന്നെ കുറച്ചുകൂടെ ഒരുമ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി യാത്രകളും എവിടെയും പോയുള്ള മാറിയുള്ള ടൂറിസ്റ്റായിട്ട് പോയുള്ള താമസമൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മളൊരു യാന്ത്രികതയല്ലേ, യാന്ത്രികയാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇഷ്ടക്കേട് ഒത്തിരി അങ്ങ് വരും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടക്കേടുണ്ടെങ്കിലും അത് കണ്ണടയ്ക്കാനുള്ള ഒരു കരുതി ലഭിക്കും. ഈ ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ എങ്ങനെയല്ല കണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഒരാൾക്ക്, അതായത് ഒരു സ്ത്രീക്ക് പുരുഷന് അല്ലെങ്കിൽ പുരുഷന് സ്ത്രീ, അങ്ങനെ മുഴുവനായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുമോ? അതിൻ്റെ കാര്യം പൂർണ്ണമായിട്ട് പറ്റിയല്ല, എങ്കിലും ഒരു പരിധി വരെ പറ്റും. നമ്മൾ നല്ല ഷെയറിങ്ങും ഡെയിലി കോൺവെർസേഷനും ഉണ്ടെങ്കിൽ കുറേയേറെ മനസ്സിലാക്കാൻ പറ്റും. മിണ്ടാതെ അമ്മ കിടക്കാൻ പോയെന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ആ വാക്ക് തന്നെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരണമല്ലോ. ചിലർ പറയും എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ കുറേ എണ്ണം നിറഞ്ഞിരിക്കുക, അതിനെയും കൂടെ കൊള്ളാൻ പറ്റാത്ത പോലെ ഇവിടെ നിറഞ്ഞു. എന്നാൽ ഇറക്കി വിട്ടാലേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഭർത്താവിന് ഭാര്യയും ഭർത്താവിന്. ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, നീ എന്നെ മനസ്സിലാക്കിയിട്ടാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, നിൻ്റെ മുകളിൽ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടല്ല, മനസ്സിൽ ആക്കിയിട്ട് പറയാമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഈ രണ്ട് പേരും പറയാമല്ലോ. നമ്മളത് ശരിക്കും ഒരു ധാരണയും ഷെയറിങ്ങും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ 100% ഒരിക്കലും രണ്ട് വ്യക്തിത്വമാണ് ഒരു പരമാവധി വരെ. അതുപോലെ തന്നെ കഴിഞ്ഞ കാലം ചോദിച്ച ചോദ്യം, സംഭവങ്ങൾ പറയാമോ? പറയുന്നതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ മാത്രം പറയാം, ഇല്ലെങ്കിൽ ഒരിക്കലും പറയാൻ. ഭർത്താവിനോടും പറയില്ല, ഭാര്യയോടും പറയില്ല. പറഞ്ഞില്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന വല്ലതാണെങ്കിൽ ഷെയർ ചെയ്തോളാം. അതല്ല എന്തോന്ന് സംഭവിച്ചു ഇനി ഒരിക്കലും ബാധിക്കുന്നു, അല്ലെങ്കിൽ ആ ചരിത്രത്തോടൊപ്പം അതും അങ്ങ് മരിച്ചു പോകും. സിനിമകൾ കാണുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് കണ്ട അങ്ങനെ പൊട്ടിച്ചിരിച്ച് ഏതെങ്കിലും സിനിമ ഓർമ്മയുണ്ടോ? കണ്ടതിൽ ഞാൻ ലാസ്റ്റ് കണ്ടത് ഈ സ്വർഗമായിരുന്നു. സ്വർഗം. പിന്നെ അതുള്ള പ്രത്യേക ജോഗലിനും നിഷ്കളങ്കമായ ചില പ്രകടനമുണ്ടല്ലോ. ഇപ്പം ജോണി ആന്റണിയുടെയും അഞ്ജുവിൻ്റെയൊക്കെ ആ
ഒരു പിന്നെ അമ്മച്ചിയുടെ നല്ല മാതാവി പാട്ടുമൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സ് അഴിഞ്ഞു പോകുന്നു. പഴയതുപോലെ ചിരിക്കുന്ന പടങ്ങൾ ഇപ്പം വളരെ കുറവാണ്. തമാശനും നാടും വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് ഞാൻ ജഗതി കാലഘട്ടം, ഇന്നസെൻ്റ് കാലഘട്ടം, ആ കാലഘട്ടത്തിൽ തമാശ ഞാൻ ഡെപ്ത് അപ്പം അങ്ങനെയുള്ളതില്ല. എന്നാലും അയഞ്ഞ പടം കണ്ടെങ്കിൽ ചിരി. ചില പടം കണ്ടുവച്ച് ചിന്തിക്കണം ഇതിൻ്റെ കഥ തന്നെയാണ്, താല്പര്യമില്ല. ഈ പ്രേമലു എന്നുള്ള സിനിമയൊക്കെ എടുത്ത് ചിരി കണ്ടിരുന്നു. അത് നിഷ്കളങ്ക, അതാണ് പറയുന്നത്, നിഷ്കളങ്കമായ ചിരികളുണ്ടല്ലോ ഓരോ വാക്കില് ചിരി പോലെ നെയ്മർ, അതൊക്കെ നിഷ്കളങ്ക ചിരികളാണ്. അപ്പം അങ്ങനത്തെ ചിരികളുടെ പടങ്ങളുടെ ആരെങ്കിലും പറഞ്ഞ ഘട്ടത്തിന് പോയി കാണാം. ഇപ്പൊ ഈ തമാശ പടങ്ങളിലൊക്കെ ആളുകൾ പറയുന്ന ഒരു കാര്യം, പണ്ടത്തെ പോലെ തമാശ എഴുതാൻ പറ്റുന്നില്ല. തമാശ എഴുതുന്നവർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം, ഒരാളുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു കുറവിനെ വെച്ചുകൊണ്ട് തമാശ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് തമാശ ഉണ്ടാക്കാൻ പറ്റില്ല. ശരിക്കും ഈ തമാശ ഇപ്പൊ പറയുന്ന ഒരാളും കൂടിയാണല്ലോ അച്ഛൻ. അപ്പം തമാശ പറയുമ്പോഴും തമാശ എഴുതുമ്പോഴും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു കീറാമുട്ടിയായിട്ട് വരുന്നതിനെ പറ്റി എന്താ പറയാ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആരും വേണേലും ഫോണെ പിടിച്ച് അത് തന്നെ ഇടാം. ഇപ്പം നമ്മൾ പറയുന്ന ഒരു സംഗതി മൊത്തത്തിൽ അത് വരുന്നെങ്കിൽ ആർക്കും ഫീൽ ചെയ്യല്ല. ചില പീസ് മാത്രം എടുത്തിടുമ്പോഴത്തേക്ക് തോന്നുന്നു ആരാളെ കളിയാക്കാൻ വേണ്ടിയാണ്. അത് മതപരമാണെങ്കിലും തമാശ എന്താണെന്നൊക്കെ ഇത് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കും. ഇപ്പം പണ്ട് ചെമ്മീൻ എന്ന സിനിമയിലൊക്കെ പറയാൻ ചില വാക്കുകളുണ്ട്, ഇന്ന് പറയാമെങ്കിൽ കേസാണ്. അതങ്ങനെയായി മാറി. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ ആരെയും നോവിക്കാത്ത തമാശകൾ പറഞ്ഞു പോകുമ്പം ആർക്കെങ്കിലും കൊണ്ടാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. കുറെ കഴിയുമ്പോൾ അവർക്ക് തന്നെ അങ്ങ് തണുപ്പിച്ചെടുക്കാനേ പറ്റുള്ളൂ. എല്ലാം നോക്കിയാൽ പിന്നെ ഭൂമിയിൽ ഒരു തമാശ ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. സന്യാസത്തില് ഈ മറ്റ് സാധാരണ ജീവിതം ഉണ്ടല്ലോ, അതിനകത്ത് സന്യാസത്തിന് ഇപ്പോൾ അച്ഛനെ എല്ലാ ദിവസവും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രേരണ ഉണ്ടല്ലോ, ദൈവവിശ്വാസം അല്ലാതെ അങ്ങനെ പ്രേരിപ്പിക്കുന്നത് എന്താ? അത് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ, സമൂഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ സൊസൈറ്റി കാണുന്ന ചേഞ്ചുകൾ, അങ്ങനെ വല്ലതും കാണുമ്പം നമുക്ക് തന്നെ തോന്നും അല്പം കൂടെയൊക്കെ പ്രാർത്ഥനയും ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പം നമ്മളും കൂടി ഇതില്ലാതായാൽ പിന്നെ എന്നാ ബാക്കി ലോകത്ത്, അങ്ങനെ ഒരു ചിന്ത വരും. അന്നേരം അത് നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കും, നല്ല വായനയിലേക്ക് നയിക്കും. അങ്ങനെ കിട്ടുന്നത് പങ്കുവെക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. ഈ ആരാധകരുണ്ടല്ലോ ലോകത്ത് ഒരുപാട് പേര്. അപ്പോൾ അവര് തരുന്ന സ്നേഹം അല്ലെങ്കിൽ അവര് തരുന്നൊരു ഫാൻസ് പോലെയുള്ള ഒരു ആരാധകരുണ്ടല്ലോ, ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ എന്താ? അത് പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷം എല്ലാവരും. പിന്നെ ഓർക്കും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ വാഗമണിന് പോവാ, പോയ വഴിക്ക് ഈ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ വേണ്ടി നിന്നേ. അപ്പോൾ ഒരു വണ്ടി വന്നു, കുറേ യുവജനങ്ങൾ. അച്ഛാ ഒരു ഫോട്ടോ, പിന്നെ അതോ എൻ്റെ ഇത്ര ഇഷ്ടമാണ് ഫോട്ടോ എടുത്തു. ഞാൻ തിരിഞ്ഞു വൈലേ പോകുന്ന 2 പട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. അത്രയും ഇതിനകത്ത് വലിയ വിലയൊന്നും ഞാൻ കൊടുക്കാറില്ല. പിന്നെ നല്ല ഹൃദയം തൊണ്ടേ ഓക്കെ, മറ്റേതൊക്കെ പിന്നെ ഒരു ഒഴുക്കിൻ്റെ ഓളം പോലെ നമ്മൾ എടുത്താൽ മതി. കാരണം മനുഷ്യൻ ഇന്ന് നന്നായെന്ന് പറയാൻ നാളെ കൊല്ലാൻ പറയും. അത് മനുഷ്യൻ്റെ വാക്ക്. അങ്ങനെ മീഡിയ ഒരുപാട് നമ്മളെ പൊക്കി പിടിക്കും. ചെറിയ തട്ടുകേട് വന്നാൽ ഈ മീഡിയ തന്നെ നമ്മളെ ഇല്ലാതാക്കാം. അതും അത്രേ ഉള്ളൂ. എന്നാലും സ്നേഹബന്ധങ്ങളും ആ പ്രോത്സാഹനവും ഒരു ഉണർവുണ്ടല്ലോ. അത് നയനാർ പറയും, നയനാർക്ക് വാർദ്ധക്യത്തിലും ജീവിതത്തിലും ഉണർവ് ജനത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാന്ന് പറയുവേ. അതുകൊണ്ടാണ് സ്ഥിരം പ്രസംഗിക്കുന്നവർ, സിനിമാ വേദിയിലുള്ളവരൊക്കെ അതില്ലെങ്കിൽ അവരങ്ങ് ഇരുന്നു, ആ ഊർജ്ജമില്ലാതെ. ഡിസംബർ മാസമാണ് ക്രിസ്മസിൻ്റെയും കൂടി മാസമാണ്. ഈ സമയങ്ങളിൽ ആളുകൾ ലോകത്തെല്ലായിടത്തും നോമ്പ് അനുഷ്ഠിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി സ്വയം തയ്യാറെടുക്കുന്നു. ആ ക്രിസ്മസിന് വേണ്ടിയിട്ടൊരു സന്ദേശം. ക്രിസ്മസ് എന്ന് പറയുന്നതേ ദൈവം മനുഷ്യൻ്റെ കൂടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അതേത് മാത്രം ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രിസ്തു എവിടെയുണ്ട് ഈശ്വര സാന്നിധ്യം മനുഷ്യൻ്റെ കൂടെ ഉണ്ട്. അത് കോൺക്രീറ്റ് ആയിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ചത് ശിശുവായിട്ട് പുൽക്കൂട്ടിൽ. അപ്പോൾ ഇതാണ് ദൈവം ഓരോ കാലങ്ങളിൽ വരും. അപ്പം നിത്യതയോട് മനുഷ്യനോട് ജീവിക്കാൻ ദൈവം മനുഷ്യനായി അവതരിച്ചത് ക്രിസ്മസ്. അപ്പം അങ്ങനെ ദൈവം മനുഷ്യനോട് ഒരു മനുഷ്യന് സന്തോഷമുണ്ട്. ദൈവം ഇല്ലെങ്കിൽ നമുക്ക് നരകമാണ്. അപ്പം ദൈവത്തിൻ്റെ അനുഭവം വരുമ്പോൾ ഒരു സന്തോഷം വരും. ആ സന്തോഷമാണ് ക്രിസ്മസ്. അതാണ് സകല ജനതകൾക്കുള്ള രക്ഷയുടെ സദ്വാർത്ത. നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവിടെ ഒരു ആനന്ദം ആരംഭിക്കുന്നു, സന്തോഷം. അപ്പം ആ ഒരു സന്തോഷം എല്ലാവർക്കും ലഭിക്കണം, ക്രിസ്മസിനും പുതുവർഷത്തിനും. അതാണ് ആശംസ. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അമ്മയും അച്ഛനും വരെ വിചാരിച്ചിട്ടുണ്ട് ഈ കോളേജിൽ തന്നെ ഇത്രയും ആരാധകരൊക്കെ ഉള്ള, അല്ലെങ്കിൽ കോളേജിൽ ഇത്രയും സൗഹൃദങ്ങളൊക്കെ ഉള്ള ഒരാളെ ഇനി സന്യാസം സ്വീകരിക്കുമെന്ന് അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആഘോഷിച്ച് ചെയ്ത ഒരു ക്രിസ്മസ് കാലഘട്ടം ഉണ്ടായിരുന്നു? ഒന്നുമില്ല, അതൊക്കെ സ്ഥിരം രാഷ്ട്രീയമൊക്കെ ആയിരുന്നു. അങ്ങനെ കളിച്ചു പൊളിച്ച് നടന്നു. പിന്നെ ഇപ്പോഴത്തേനേക്കാൾ അല്പം കൂടി ആഘോഷ മൂഡ് പണ്ടാണ്. അതിപ്പം നമുക്ക് എന്നും ആഘോഷത്തിന് അവസരമല്ലേ. പണ്ടൊരു ഓണം, ഒരു ക്രിസ്മസ്, ഒരു ഈസ്റ്റർ, ഒരു വിഷു, ഇങ്ങനെ ഒക്കേഷനിലേ ഉള്ളൂ. ഇനിയിപ്പം ആടെ പോത്തെ കോഴി ഇറച്ചി എന്നും കിട്ടും. പണ്ടതില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോഴും പടക്കം പൊട്ടിച്ചും മേളം വെച്ചും നമുക്കൊരു കൂടിയ ഒരു ആനന്ദം തോന്നുമായിരുന്നു.
അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അത് പിന്നെ യൂത്തായിട്ടും കരോൾക്കാനും ഒക്കെ ആയിട്ട് പാടി പള്ളി ജനത്തോട് നേർന്ന് പുറത്തുള്ളൂ. ഇന്നിപ്പം ആൾക്കാരെ നയിക്കുന്ന ക്രിസ്മസായി, അന്ന് നയിക്കപ്പെടുന്ന ഒരു ക്രിസ്മസ്. ആ വ്യത്യാസമുള്ളൂ. ക്രിസ്മസ് കരോൾ ഗാനങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ പാരഡി ഗാനങ്ങൾ ക്രിസ്മസ് ആക്കുന്ന അങ്ങനെ ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ബെത്ലഹേമിൽ ജനിച്ചു വീണ യേശു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ യേശുവിനെ അങ്ങനെ എന്താ പറയാ കുറച്ച് കെടുത്തുന്ന പോലെ തോന്നുന്നുണ്ടോ? അത് ചൊടിപ്പിക്കാറുണ്ടോ? ഈ ഇപ്പത്തെ ക്രിസ്മസ് പാട്ടുകളുണ്ടല്ലോ, ഓ ഉണ്ണി യേശു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെലുങ്ക് പെപ്പി സോങ്ങിനെ എടുത്തിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത്. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ എന്താ തോന്നാറ്? അത് ഈ സംഗീതവും കലയൊക്കെ അതിന്റെ മേഖലയ്ക്ക് അങ്ങ് വിട്ടേക്കുക. അതിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, ആ ട്യൂൺ പലരുടെയും മനസ്സിലുണ്ടെന്ന് വരില്ല. പക്ഷേ ഇത് പാടാൻ അത് കേൾക്കുന്നവർക്കും സഹായമാണ് അല്ലേ? ഓരോ ഇത് പാടിൻ്റെ പണ്ട് പ്രത്യേക ട്യൂണാണ് ക്രിസ്മസ് കരോൾ. അത് പഠിച്ചു വേണമായിരുന്നു. ഇന്ന് വാക്കുമതി, ട്യൂൺ മനസ്സിൽ ഓൾറെഡി ഉണ്ട് ഈ സിനിമയുടെയൊക്കെ ആകുമ്പോഴേ. അപ്പം അതങ്ങനെ ആ രീതിക്ക് ചെയ്യുന്നു. എങ്കിലും അല്പം കൂടി ആഴവും അർത്ഥമുള്ള പാട്ടുകൾ പഴയ കരോൾ ഗാനങ്ങളായിരുന്നു, പണ്ടത്തേതായിരുന്നു. കാരണം അത് ചിന്തിച്ച് അതിനുവേണ്ടി എഴുതി ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പം സിനിമാക്ഷരത്തിന് ചേർന്ന് പോകുന്ന അക്ഷരം പെറുക്കി ഇട്ടാൽ മതി. അപ്പോൾ ആ ഡെപ്ത് കുറയും. പക്ഷെ എന്നാലും മേളം അതിനകത്ത് ഒത്തിരി ഉണ്ട്. പിന്നെ ഇപ്പം ചുമ്മാ എല്ലാ ക്ലബ്ബുകാരും എല്ലാവരും ചുമ്മാ പൈസ പിരിവും കാര്യം അങ്ങനെ നോക്കുമല്ലേ. അപ്പോൾ ആ ഒരു ഈട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓക്കെ, എന്നാലും ഓർത്തൊരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു രീതി വിട്ടാൽ മതി. അച്ഛൻ എത്ര സമയം കൊടുക്കും സോഷ്യൽ മീഡിയയിൽ? അതൊക്കെ ഞാനൊരു മാക്സിമം രാവിലെ ഒരു അരമണിക്കൂർ. പിന്നെ അല്ല ചുമ്മാ വേസ്റ്റ് അല്ലേ. വാട്സപ്പിലൊക്കെ നോക്കി പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നോക്കും അന്ന് വന്ന പ്രധാനപ്പെട്ട വല്ലതും ഉണ്ടോ. അതൊക്കെ ചുമ്മാ ഒത്തിരി ആയി. അതൊക്കെ പോയാൽ നമ്മുടെ വിലപ്പെട്ട സമയം എന്തോരം വായന കുറയും. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ യാത്രയിലേക്കാണെങ്കിൽ നോക്കും, പ്രത്യേകിച്ച് വല്ലതും വന്നിട്ടും. എപ്പോഴും നോക്കുന്ന പരിപാടിയില്ല. ഫോണാണെങ്കിലും ഞാൻ വർത്തമാനം പറയുമ്പം ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. പിന്നെ ശാന്തവും ഞാൻ നോക്കും ആരാ വിളിച്ചെന്നേ. അല്ല പിന്നെ നമുക്കൊരു അത് വരില്ല. എപ്പോഴും ഇതിലായി പോകും, നമ്മുടെ ഈട് പോകും. അപ്പോൾ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു മാസത്തിൽ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ അച്ഛൻ എന്താ പറയുക? ജീവിതം ചെറുതാണ്. നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ നിന്നും ക്രിസ്മസ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു നല്ല പുതുവർഷമുണ്ട്. അങ്ങനെ ജീവിച്ചവർക്ക് ഒരു പഴയ നല്ല വർഷവും ഓർക്കാനായിട്ട് പറ്റും. ഏത് കർമ്മമേഖലയാണ് നമുക്ക് തന്നത് അവിടെ ശരിക്കും ജീവിക്കുക. പിറന്ന രാത്രിയിൽ ആട്ടിടയന്മാർ ഉറക്കളിച്ച് ആടിനെ കാത്തവരാ. സ്വന്തം പണി ഭംഗിയായിട്ട് ചെയ്തു, അവർ ദൈവത്തെ കണ്ടു. നമ്മൾ ഏൽപ്പിച്ച ജോലി എത്ര ചെറുതും വലുതുമായിട്ട് വിശ്വസ്തയോടെ ചെയ്യുക. ദൈവത്തെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. ക്രിസ്മസിന് ഈ സന്ദേശമാണ് പങ്കുവയ്ക്കാനുള്ളത്. നന്ദി.